രാഹുൽ ഗാന്ധി കണ്ണൂരിൽ നടത്തിയ പ്രസംഗം കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ BJPക്കെതിരെ സംസാരിച്ചു, അതുകൊണ്ട് എൻ്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കി. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കി അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കാത്തത്? ഇതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആദ്യത്തെ പ്രശ്നം. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം കോലാറിൽ നടത്തിയ ഒരു പ്രസംഗം കേസാവുകയും ആ കേസിൽ അദ്ദേഹം കൺവിക്റ്റഡ് ആയ സമയത്ത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദായി. അദ്ദേഹത്തിന് ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്നു. പിണറായി വിജയൻ അങ്ങനെ ഒരു സ്പീച്ച് നടത്തിയിട്ടില്ല. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അംഗത്വം റദ്ദാവുന്ന പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു, ഭൂപേഷ് ബാഗൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു, സിദ്ധരാമയ്യ ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. ഇവർക്കാർക്കും സംഭവിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിക്കും അങ്ങനെ അംഗത്വം റദ്ദാക്കുകയോ ഔദ്യോഗിക വസതി ഒഴിയുകയോ ചെയ്യേണ്ട സാഹചര്യം നേരിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ BJPയെ എതിർത്തു, അതുകൊണ്ട് എൻ്റെ അംഗത്വം പോയി. പിണറായി വിജയൻ്റെ അംഗത്വം പോവാത്തത് അദ്ദേഹം BJPയെ വിമർശിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് എത്ര ബാലിശമാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ചൈൽഡിഷായി സംസാരിക്കുന്നത്? അങ്ങനെ ആ മുന്നണി രൂപം കൊണ്ടു. ആ മുന്നണിയുടെ അവസാനത്തെ റാലി ഡൽഹിയിൽ നടന്നത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആ റാലിയിൽ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി, ഈ റാലിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പൊതു സമീപനമായി മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളിലെ ആദ്യത്തെ പ്രശ്നം അന്വേഷണ ഏജൻസികളെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് നേരെ അഴിച്ചുവിടരുത് എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യമായി. അങ്ങനെ പ്രതിപക്ഷത്തിന് നേരെ അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിടരുത് എന്നത് ഒരു സെൻട്രൽ തീമായി രൂപം കൊണ്ട മുന്നണി, നിങ്ങളുടെ അവസാനത്തെ റാലി അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉന്നയിച്ച മുന്നണി, ആ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇന്ന് ചോദിക്കുകയാണ്, EDയും ITയും അന്വേഷണ ഏജൻസികളൊന്നും കേരള മുഖ്യമന്ത്രിയെ തൊടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ തൊടണമായിരുന്നു, തൊട്ടില്ല, എന്തേന്ന് ചോദിക്കുകയാണ്. ഇത് വയനാട്ടിലെയോ കേരളത്തിലെയോ വോട്ടർമാരും ഇവിടുത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള വോട്ടർമാരും അല്ലല്ലോ കേൾക്കുന്നത്. 96 കോടി വോട്ടർമാർ 543 മണ്ഡലങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ മുന്നണിയുടെ ഇക്കാര്യത്തിലൊക്കെയുള്ള കാഴ്ചപ്പാട് എന്നുള്ളതിൽ രാജ്യം മുഴുവൻ കേൾക്കണം. അതോ ഇന്ത്യ മുന്നണി റാലിയിൽ 2 പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് സുനിത കേജ്രിവാൾ, അരവിന്ദ് കേജ്രിവാളിന്റെ ഭാര്യ. 2 കൽപ്പന സോറൻ, ഹേമന്ത് സോറന്റെ ഭാര്യ. നോക്കൂ, ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആദ്യം പരാതി കൊടുത്തത് അജയ് മാക്കനും അവിടുത്തെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങളുടെ അവിടുത്തെ സംസ്ഥാന യൂണിറ്റാണ് മദ്യനയ അഴിമതി ആദ്യം പ്രധാനപ്പെട്ട വിഷയമാക്കി കൊണ്ടുവന്നത്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുന്നു, ഇന്ത്യ മുന്നണി റാലി നടത്തുന്നു, പ്രതിപക്ഷത്തിന് നേരെ, പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ ഈ പറഞ്ഞ അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിടുകയാണ് വേട്ടനായ്ക്കളെ പോലെ എന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ നാളെ ഇനിയിപ്പോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നൊക്കെയുള്ള സൂചനകളുണ്ട്. നാളെ കേരള മുഖ്യമന്ത്രി എന്തെങ്കിലും നടപടിക്ക് വിധേയമായാൽ ഒരുപക്ഷെ കമല വിജയനെ സ്റ്റേജിലിരുത്തി രാഹുൽ ഗാന്ധി ഇതുപോലെ പ്രസംഗിക്കുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഇക്കാര്യത്തിലെ നാഷണൽ ലെവലിലുള്ള നിലപാട് എന്താണെന്നുള്ളത് പ്രശ്നമാണ്. ഇതിപ്പോ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പെരുന്നാൾ നാളെ ആയിരിക്കും എന്ന് പറയുന്നത് പോലെ കേരളം ഒഴികെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ED വേട്ടപ്പട്ടിയാണ്, കേരളത്തിന് മാത്രം അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റുമോ? ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.